വണ്ടി വേഗണറാണ്. ഇതിൽ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റാക്ക് ബുഷിൻ്റെ ഷെയ്ക്കാണ്. സസ്പെൻഷൻ റഫ് റോട്ടിൽ നല്ല ഷെയ്ക്കാണ് വരുന്നത്, കട്ടക്കടാന്ന് അടിക്കുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ റാക്കിൻ്റെ ബുഷ് കംപ്ലീറ്റും പോയിട്ടുണ്ട്. അതുപോലെ ബോൾ ജോയിൻറ്റുകളും വീക്കുണ്ട്. അത് അഴിച്ച് നോക്കിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറാം. ഇതിൻ്റെ റാക്ക് അഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള വേഗണർ ഇല്ലാന്നുണ്ടെങ്കിൽ പഴയ മോഡൽ വേഗണറൊക്കെ അഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റാക്ക് മാത്രമായിട്ട് അഴിക്കാൻ കിട്ടും. ഈസിയാണ്. 2 ബോൾട്ടേ വരുന്നുള്ളൂ. റാക്കിൻ്റെ ആ മൗണ്ടിങ് ബോൾട്ട് മാത്രമേ വരുന്നുള്ളൂ. ഈസി ആയിട്ട് നമുക്ക് അഴിച്ചെടുക്കാം. പക്ഷേ ഈ മോഡൽ കെ സീരീസ് മോഡൽ വരുന്നത് നമുക്ക് ക്രോസിലാണ് ഇതിൻ്റെ മൗണ്ടിങ് വരുന്നത്. റാക്ക് ഈ ക്രോസിലാണ് ഈ മൗണ്ടിങ്, ഇപ്പുറത്തും അതുപോലെ 4 ബോൾട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കത് അഴിക്കണമെങ്കിൽ ക്രോസ് കംപ്ലീറ്റ് ഇറക്കിയാൽ മാത്രമേ നമുക്ക് റാക്ക് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ക്രോസിലും 4 ബോൾട്ടേ വരുന്നുള്ളൂ. ഇവിടെ ഇതിലൊരു മൗണ്ടിങ് ബോൾട്ട്, അതുപോലെ ബാക്കിലൊരു മൗണ്ടിങ് ബോൾട്ട്, അതുപോലെ അപ്പുറത്തെ സൈഡും. പിന്നെ അതുപോലെ തന്നെ ലോവർ ആമിൻ്റെ ഒരു നെറ്റ് വരുന്നുണ്ട്, അത് അഴിച്ചെടുക്കണം. സ്റ്റിയറിംഗ് ബോൾ ജോയിൻ്റ് എൻഡിൽ 2 നെറ്റ് വരുന്നുണ്ട്, അതഴിച്ച് അതിൻ്റെ മൗണ്ടിങ്ങിൻ്റെ എൻജിൻ ബോൾട്ടിൻ്റെ ഒരു 3 ബോൾട്ട് വരുന്നുണ്ട്. ആ 3 ബോൾട്ടും അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ പുറത്തെടുക്കാൻ പറ്റും. ചെറിയൊരു ടൈറ്റ് ഉണ്ടാവും ഈ മറ്റേ ഇൻ്റർമീഡിയറ്റ് പിടിപ്പിക്കുന്ന ഭാഗത്ത്. അത് അഴിക്കുമ്പോൾ കുടഞ്ഞുടഞ്ഞെടുക്കാതെ നമ്മൾ ഒരു 10 ഇഞ്ചോ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുകളിലേക്ക് തട്ടി തന്നെ എടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴത്തേക്ക് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് താഴത്തേക്ക് വരും. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഫ്രീ ആവും. പിന്നെ സൗണ്ട് ഫുൾ ടൈം സൗണ്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത്, നമ്മൾ അഴിക്കുമ്പോൾ ലൂസാക്കി വെച്ചതിന് ശേഷം ഒരു 10 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു റാഡ് ഇട്ടിട്ട് പയ്യെ തട്ടി വേണം പുറത്തെടുക്കാനായിട്ട്. അപ്പോൾ സാധാ നോർമൽ വണ്ടിയിലുള്ള മാതിരിയല്ല, ഇത് അഴിക്കുമ്പോൾ ക്രോസ് കംപ്ലീറ്റ് ഇറക്കിയാൽ മാത്രമേ നമുക്ക് അഴിക്കാൻ പറ്റുള്ളൂ. മതി. എഞ്ചിൻ വേണ്ട. എന്താണ് നമ്മൾ റാക്ക് ബുഷ് വരുന്നത്? എന്താ ഷെയ്ക്ക് ചെയ്യുന്നത്? കിട്ടില്ല. ബുഷ് ഷേക്ക് ഇതിൽ പിടിക്കും, ഇവിടെ കണ്ടിട്ട് മാറിയാണ് ഷേക്ക് വേണ്ട. ഇത്രയും ഷേക്ക് അതിനകത്തുണ്ട്, നല്ല സൗണ്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബുഷ് നമുക്ക് ഇവിടെ തന്നെ ഇടാൻ പറ്റുന്നതാണ്. നമുക്ക് അഴിച്ചിട്ട് ബുഷ് എങ്ങനെ വരുന്നു, എങ്ങനെ കയറ്റുന്നുള്ളൂ നോക്കാം. ക്രോസിൽ നിന്ന് റാക്ക് അഴിക്കാനായിട്ട് 14-ൻ്റെ 2 ബോൾട്ട് വരുന്നുണ്ട്. ഈ 2 ബോൾട്ട്, അതുപോലെ 12-ൻ്റെ 2 വരുന്നുണ്ട്. അഴിക്കുമ്പോൾ നോക്കി അഴിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതലും തുരുമ്പ് പിടിച്ച് നിൽക്കുന്ന ഭാഗമാണ്. പൊട്ടാതെ നോക്കി കെയർ ചെയ്തിട്ട് വേണം അഴിക്കാനായിട്ട്. അഴിച്ചോ. 12. അപ്പോൾ റാക്ക് അഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ബുഷ് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ഈ ക്രോസ് ഇറക്കിയത് കൊണ്ട് നമുക്ക് അതിൻ്റെ ലോവർ ആമിൻ്റെ ബുഷും ഏകദേശം കട്ടായിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അതിൻ്റെ കണ്ടീഷൻ ഒന്നുകൂടെ അഴിച്ചിട്ട് നോക്കാം. ഒരുപാട് പോയിട്ട് ചെറിയൊരു ക്രാക്കേ ഉള്ളൂ. ഒരുപാട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ബുഷ് കൂടെ മാറ്റിവിടാം. എപ്പോഴും ചെയ്യുമ്പോൾ അതും കൂടെ ചെയ്ത് വിട്ടാൽ വൃത്തിയായി. എന്നാലും നോക്കാം അത് എങ്ങനെ ഉണ്ടെന്നുള്ളത്. നോക്കിയിട്ട് നല്ല ക്രാക്കാണ്, നല്ല പൊട്ടലാണെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിവിടാം. ഇപ്പോൾ പിനിയൻ്റെ ഈ നെറ്റ് അഴിച്ചിട്ടുണ്ട്. ഇനി ഇത് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് പുറത്തെടുക്കാം. അതുപോലെ തന്നെ ഈ ഡാമ്പർ പാഡിൻ്റെ ഒരു അലങ്കിയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും വലിയ അലങ്കി നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അതിന് പകരം ഒരു നെറ്റ് നമ്മൾ അതിൽ വെച്ചിട്ടാണ് അഴിക്കുന്നത്. 19-ൻ്റെ നെറ്റാണ് വരുന്നത്. നെറ്റ് അതിനകത്ത് അത് വെച്ചതിന് ശേഷം അഴിച്ചാൽ മതി, ഈസി ആയിട്ട് പുറത്ത് വരും.
ഇപ്പോൾ പിനിയൻ കംപ്ലൈൻ്റ് ഒന്നുമില്ല, പിനിയൻ ഓക്കെയാണ്. പിന്നെ ഡാമ്പർ പാഡിനകത്ത് ഒരു ചെറിയൊരു സ്പ്രിങ് വരും, ഇതിൻ്റെ ഡാമ്പിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ ഉള്ളിലാണ് ഡാമ്പർ പാഡ് ഇരിക്കുന്നത്, അത് നമുക്ക് അവസാനം എടുത്താൽ മതി, എടുത്ത് നോക്കാൻ മതി. ഇതാണ് ബുഷ് എന്തായാലും നമുക്ക് മാറ്റാം. ഇതിൽ ആ ബുഷിന് 3 ലോക്ക് വരുന്നുണ്ട്. ഇവിടെ 1, 2, 3. ആ 3 ലോക്കൊന്ന് തട്ടി താഴത്തേക്ക് ആക്കിയതിന് ശേഷം ബാക്കിൽ നിന്നൊരു നമ്മുടെ റാക്ക് വെച്ചിട്ട് തന്നെ ഒന്ന് തള്ളിയ സാധനം പുറത്ത് വരും. അത് ഒന്ന് അമർത്തി വിടും, തട്ടി വിടും. അടിയില്ല. ഇതാണ് ബുഷ്, പ്ലാസ്റ്റിക്കിൻ്റെ ബുഷാണ് വരുന്നത്. ഇതാണ് നമുക്ക് പുതിയ ബുഷ് വരുന്നത്. MGP തന്നെ കിട്ടാനുണ്ട്. ഇത് ഏകദേശം ഇത് 144 രൂപ പ്രൈസ് ഈ ബുഷിന് വരുന്നുണ്ട്. ഒറിജിനൽ തന്നെയാണ്. അപ്പോൾ നമുക്കിത് കയറ്റാം. ഇത് കയറ്റാനായിട്ട് അത് റാക്കും പിനിയനും കയറ്റണം. അതങ്ങനെ കിട്ടാൻ റാക്കും പിനിയനും കയറ്റിയതിന് ശേഷം തള്ളുമ്പോൾ ബുഷ് ആദ്യം കയറ്റി. ഇതിൻ്റെ 3 ലോക്ക് വരുന്നുണ്ട്. ഈ ലോക്ക്, ഇവിടെ ഒരു ലോക്ക്, അതിൻ്റെ ബാഡിയിലൊരു ലോക്ക്. ആ ലോക്ക് കറക്റ്റ് ഇതിനകത്ത് വരുന്നത് പോലെ തന്നെ ഉള്ളിലേക്ക് കയറ്റി പിടി. നമ്മളാദ്യം പുതിയ ബുഷ് കയറ്റുക. അത് ഈ ലോക്കിൻ്റെ ആരോമാർക്ക് കറക്റ്റ് വെച്ചിട്ട് വേണം കയറ്റാനായിട്ട്. അതിനുശേഷം പഴയ ബുഷ് ഒന്ന് ഇടുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്. ആ പഴയ ബുഷ് ഇടുമ്പോൾ നേരെ ലോക്ക് ഇവിടെ തന്നെ വരുന്ന മാതിരി ഇടണം. തിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ ബുദ്ധിമുട്ടാവും. അതിനുശേഷം സ്റ്റിയറിംഗ് ബോൾ ജോയിൻ്റ് ഒന്ന് പിടിപ്പിക്കാം. അത് നോക്കിയിട്ട് പയ്യെ വേണം കയറ്റാനായിട്ട്. കറക്റ്റ് ലോക്കായാൽ അവിടെ നിർത്താം. അപ്പോൾ 3ലും ലോക്ക് വേണ്ടിയിട്ടുണ്ട്. ഇതല്ല. ഇനി ബാക്ക് തിരിക്കാം. അതിരിക്കുമ്പോൾ ഇത് കൈയോടെ പുറത്ത് വരും. ഇനി ബോൾ ജോയിൻ്റ് അഴിച്ചെടുത്തതിന് ശേഷം ആ പഴയ ബുഷിനെ എടുത്ത് മാറ്റാം. ആ പഴയ ബുഷ് എടുക്കാൻ മറക്കായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു കഴിഞ്ഞാൽ നേരെ ആ ബുഷ് ഉള്ളിൽ പോകും. ഓക്കെ. ഇനിയിപ്പോൾ ഗ്രീസ് ചെയ്തുകൊണ്ട് ബോൾ ജോയിൻ്റ് ഇട്ട് ടൈറ്റ് ചെയ്യാം. ഇതിൻ്റെ തന്നെ എൻജിൻ മൗണ്ട് കൂടെ മാറുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ എൻജിൻ മൗണ്ട് നല്ല ക്രാക്കായി പൊട്ടിയിട്ടുണ്ട് വേണ്ട. അപ്പോൾ അതുകൂടെ കൈയോടെ മാറ്റി വിടുന്നുണ്ട്. അപ്പോൾ ന്യൂ ബെഡ് ഇതാണ് വരുന്നത്. അതും ജെന്വിൻ തന്നെയാണ്. ബോക്സ് ബാക്ക് ഇതാണ് ബെഡ് വരുന്നത്, ജെന്വിൻ. അതിൻ്റെ പ്രൈസ് വന്നിട്ട് 810 രൂപ വരുന്നുണ്ട്. അപ്പോൾ ഇതുകൂടെ നമ്മൾ കൈയോടെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതുപോലെ ലോറാമിൻ്റെ ആ ബുഷ് നമ്മൾ പ്രസ് ചെയ്തിട്ടുണ്ട് 2 സൈഡിലെയും. ഇതാണ് പൊട്ടിയ ബുഷ് മാറ്റിയത്. ഇത് കംപ്ലീറ്റ് പോയി. ഇനിയിപ്പോൾ ചെറിയൊരു പിടുത്തം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതും കൂടെ മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ ജെന്വിനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോറാം അസംബ്ലി ആയിട്ടേ വരിക. ഇത് നമ്മൾ ഓട്ടോ മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ബുഷ് മാത്രം പ്രസ് ചെയ്യുക. എന്തായാലും ലോവറാമും ക്രോസും മൗണ്ടും എല്ലാം കൂടെ നമുക്ക് കയറ്റാൻ. ഇത് മൗണ്ട് കയറ്റാനായിട്ട് ഒരു സെൻട്രൽ ബോൾട്ട് മാത്രമേ വരുന്നുള്ളൂ. ബാക്കി ക്രോസിലാണ് ബോൾട്ട് വരുന്നത്. അപ്പോൾ ആ ബോൾട്ട് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ക്രോസിലെ ബോൾട്ടും കൂടെ ടൈറ്റ് ചെയ്യാം.
നമ്മുടെ ഇതിൻ്റെ വർക്ക് ഇപ്പോൾ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതിൽ ചെയ്തത് അതിൻ്റെ റാക്ക് ബുഷ് മാറി, ഡംപർ പാഡ് മാറി. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് റാക്ക് ഓവർഹോൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോവർ ആമിൻ്റെ ബുഷ് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലെ 2 ഷോക്കിൻ്റെ മൗണ്ടും മാറിയിട്ടുണ്ട്. ഇത്രയും വർക്കുകളാണ് സസ്പെൻഷൻ വർക്കിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ റിയറിലെ എൻജിൻ ബെഡും മാറിയിട്ടുണ്ട്. കട്ട് ബുഷും മാറിയിട്ടുണ്ട്. എൻജിൻ ബെഡും മാറിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം വർക്ക് ഫിനിഷ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഓടിച്ച് നോക്കാം അതിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ടെന്നുള്ളത്. വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഓടിച്ച് നോക്കുകയാണ് വണ്ടി. ഇപ്പോൾ ഫ്രണ്ടിലെ സസ്പെൻഷൻ സൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് ബെൽറ്റിൻ്റെ ഒരു സൗണ്ട് മാതിരി ചെറിയൊരു സൗണ്ടും കൂടെ വരുന്നുണ്ട്. അതും കൂടെ നോക്കിയിട്ട് ഡെലിവറി ചെയ്യാം. ഇപ്പോൾ ആ സസ്പെൻഷൻ സൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് സോൾവ് ആയിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ വണ്ടി നിർത്തിയിട്ട് സ്റ്റിയറിങ് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുമ്പോൾ തന്നെ നല്ലൊരു സൗണ്ട് ഉണ്ടായിരുന്നു. കിടക്കുന്നതെന്ന് വെച്ചാൽ എന്നാൽ ബുഷ് നല്ലോണം പോയിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോൾ പ്രശ്നമില്ല. ഈ വാർണിംഗ് ലൈറ്റ് കത്തുന്നത് മറ്റേ നോക്സ് സെൻസറിൻ്റെ വാർണിംഗ് ലൈറ്റാണ് വരുന്നത്. അതിപ്പോൾ സാധനം ഇപ്പോൾ റെഡിയിലില്ല. 10 ദിവസം ആവും കിട്ടാനായിട്ട്. സ്റ്റോക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ വരുമ്പോൾ അത് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത വർക്കിൽ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. സസ്പെൻഷൻ സൗണ്ട് കംപ്ലീറ്റും പോയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.